ഇന്ത്യയും യൂറോപ്പും ഏകദേശം 2 പതിറ്റാണ്ടു നീണ്ട ചർച്ച. ഒടുവിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടൽ. എല്ലാ വ്യാപാര ഇടപാടുകളുടെയും മാതാവ് എന്ന കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാകും. ആ എതിർപ്പാണ് ഇപ്പോൾ തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിൽ ഇരു കക്ഷികളും ഒപ്പിട്ടു. മദർ ഓഫ് ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന കരാർ എണ്ണവാതക മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നത്. ആഗോള GDP-യുടെ 25%വും ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നത്. യൂറോപ്പും ഇന്ത്യയും ഈ കരാറിൽ വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട് എങ്കിലും പല രാജ്യങ്ങളും ആശങ്കാകുലരാണ്. യൂറോപ്പിനോടും ഇന്ത്യയോടും അമേരിക്ക പരസ്യമായി ഇതിനോടകം അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുർക്കിയിലെ റജബ് തൊയ്ബ് എർദോഗന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനും ഇത് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ എർദോഗൻ ഒരു പ്രധാന വെല്ലുവിളി നേരിടുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. തുർക്കി ടുഡേയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുമായി മെർക്കോസർ ബ്ലോക്കുമായി യൂറോപ്യൻ യൂണിയന്റെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ തുർക്കി വ്യാപാര വിദഗ്ധരിലും വ്യവസായ നേതാക്കളിലും കടുത്ത ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഈ ഇടപാടുകൾ പ്രധാന ആഗോള വിപണികളിൽ തങ്ങളുടെ രാജ്യത്തെ പിന്നിലാക്കിയേക്കാമെന്നാണ് തുർക്കി വ്യാപാര വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കസ്റ്റംസ് യൂണിയന്റെ പരിധിയിലാണ് തുർക്കി തുടരുന്നത്. ഇത് EU സ്വതന്ത്ര വ്യാപാര കരാറുകൾ പങ്കെടുക്കുന്നതിൽ നിന്നും രാജ്യത്തെ തടയുന്നുണ്ട്.